ബലദേവ് സച്ചിദാനന്ദൻ എസ് എഫ് ഐയുടെ കാര്യം എടുക്കാം. എസ് എഫ് ഐയുടെ കാര്യത്തിൽ എസ് എഫ് ഐയുടെ പ്രിവിലേജ് എന്താണ്? ഏറ്റവും വലിയ സംഘടനയാണ്. CPIM-നെ പോലൊരു വലിയ സംഘടനയുടെ പിന്തുണയുണ്ട്. ഈ എസ് എഫ് ഐ ചെയ്യുന്ന എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസിനും ഒരു പരിധി വിട്ട് അന്വേഷണം പോകാതിരിക്കാൻ സർക്കാരിൻ്റെ സഹായം കിട്ടും പോലെയുള്ള കോൺഫിഡൻസ് അവർക്കുണ്ടോ? എല്ലായിടത്തും സംരക്ഷിക്കപ്പെടുമെന്നുള്ള അമിതാത്മവിശ്വാസം കൂടി ഇത്തരം ക്രിമിനൽ ആൻഡ് ഡ്രഗ് മാഫിയ പൊളിറ്റിക്കൽ ലീഡേഴ്സിന് ക്യാമ്പസുകളിൽ ഉണ്ടായിരിക്കുമോ? ഒരു കാരണവശാലും ഈ പ്രതികളെ സംരക്ഷിക്കത്തില്ല എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. ആ പ്രതികൾ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്യും. ഇത് ശ്രീ ജോർജ് ജോസഫ് സാർ പറഞ്ഞതുപോലെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ നടക്കുന്ന ഈ അക്രമങ്ങളും കൊലപാതകങ്ങളും ഇത് ഒരു സംഭവമൊന്നുമല്ല. എൻ്റെ ഒരു അനുഭവം തന്നെ പറയാം. 1980-81 ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, അത് 43 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. ശ്രീകുമാർ, ജനുവരി മാസം 4-ാം തീയതി ശ്രീകുമാർ SFIയുടെ യൂണിറ്റ് പരമായി SFI ABVP സംഘടനമായിരുന്നു. SFIക്കാർ കുത്തുകൊണ്ട് മരിച്ചു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. നമ്മുടെ പല ക്യാമ്പസുകളിലും വിശേഷിച്ച് വലിയ വലിയ കോളേജുകളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നു. അന്നും ഇതുപോലെ കേരളം മൊത്തത്തിൽ പ്രക്ഷോഭം ഉണ്ടായതാണ്. ഇത് നിരോധിക്കണം, ക്യാമ്പസുകളിൽ ഇത് പാടില്ല. അപ്പോൾ അതിനകത്ത് എനിക്ക് ഉള്ളൊരു കാഴ്ചപ്പാട്, ക്യാമ്പസുകളിൽ പരിപൂർണമായിട്ട് അരാഷ്ട്രീയവൽക്കരിക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഈ രാഷ്ട്രീയമായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ചില ന്യൂനതകളുണ്ട്. അത് പരിഹരിക്കാൻ കഴിയണം. പലപ്പോഴും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും അത് പരിഹരിക്കാൻ കഴിയാതെ പോകുന്നു. അവരുടെ പിടിയിൽ ഈ കുട്ടികൾ നിൽക്കാതെ വരുന്നത്. ഇതിന് മറ്റൊരു കാര്യം കൂടി ഉണ്ട് നിഷാദ്. പലപ്പോഴും ഞാൻ കൊല്ലം കോളേജിൽ പല കോളേജിലും കണ്ടിട്ടുള്ളത് പുറത്തുനിന്നുള്ള ഇടപെടൽ. കോളേജിൽ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ ബാഹ്യശക്തികൾ ഇവിടെ ഇടപെടുന്നു. അത് കൊല്ലത്ത് മാത്രമല്ല, ഞാൻ പോകാറുള്ള ശാസ്താംകോട്ട കോളേജിൽ ഇവിടെയൊക്കെ പുറത്ത് ചില ആൾക്കാർ, ഈ വിദ്യാർത്ഥികൾ നമുക്കറിയാം ഒരു 18, 20, 21, 22 വയസ്സൊക്കെയാണ് ഈ കുട്ടികളുടെ പ്രായം. ഈ സംഘർഷത്തിലേക്ക് ഇവരെ നയിക്കുന്നതും ഇവരെ ലഹരി മരുന്നിന് അടിമകളാക്കുന്നതും ചില ബാഹ്യശക്തികൾ ഇതിനകത്ത് ഇടപെടുന്നു. ആ ബാഹ്യപ്രേരണ മൂലമാണ് കുട്ടികൾ പലപ്പോഴും ഈ ക്രൂരമായ സംഘർഷങ്ങളിലേക്ക് പോകുന്നത്. അവർക്ക് എല്ലാവിധ പിന്തുണയും പുറത്തു നിന്ന് ലഭിക്കുന്നു. അത് പലപ്പോഴും പോലീസിൻ്റെ ഒന്നും അന്വേഷണ പരിധിയിൽ അത് പെടാറില്ല. ഇവിടെയും തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിക്കേണ്ടത്, ഇവിടെയും ഒരു പരിധിവരെ മനസ്സിലാക്കാൻ കഴിയുന്നത് ബാഹ്യശക്തികൾ ഇവിടെയും ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആരൊക്കെയാണ് ഇതിനകത്ത് ഇടപെട്ടത്, അവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണം. അതിനകത്തൊന്നും ആരും തർക്കിക്കുന്നില്ല. ശരി, നിഷാദ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമോ യുവജന പ്രസ്ഥാനമോ ട്രേഡ് യൂണിയനോ ചില തെറ്റുകൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു പ്രവണത അത് ആര് ഭരിച്ചപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. കോൺഗ്രസ് ഭരിച്ചാലും ഇടതുപക്ഷം ഭരിച്ചാലും ഒക്കെ ഒരു പരിധിവരെ അങ്ങനെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇതിനകത്ത് പരിപൂർണമായിട്ട് ഈ 12 വിദ്യാർത്ഥികളെ അല്ല, ഇതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. ആ വിദ്യാർത്ഥികളും അതിനോടൊപ്പം തന്നെ ബാഹ്യശക്തികൾ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഡീൻ്റെ കാര്യം പറഞ്ഞു. ആ ഹോസ്റ്റൽ വാർഡനുണ്ട്, ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറുണ്ട്. ഇവർക്കൊക്കെ ഈ സംഭവത്തെക്കുറിച്ച് 15, 16 തീയതികളിൽ തന്നെ ഏകദേശം ധാരണയുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ വിദ്യാർത്ഥികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയോ മറ്റ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയോ ഇവർ രക്ഷകർത്താക്കളെ പോലും അറിയിക്കാൻ തയ്യാറല്ല. ഇന്നലെ അതിൻ്റെ അമ്മ തന്നെ പറഞ്ഞത്, അച്ഛനും പറഞ്ഞൊരു കാര്യം, ഇവർ സംസാരിക്കാൻ ക്ഷണിച്ചതിനേക്കാൾ പോലും അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് പോലും ഇവർ പലരും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. ചില കുട്ടികളെ വിളിച്ചപ്പോൾ അവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന, ഫോൺ എടുക്കുന്നില്ല. ഈ മരിച്ചുപോയ സിദ്ധാർത്ഥൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചപ്പോൾ. അപ്പോൾ ഇപ്പോഴും നിരവധി വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിൽ ഭയന്ന് ജീവിക്കുന്നുണ്ട്. സത്യം പുറത്തു പറഞ്ഞാൽ അവരും കൂടെ ശിക്ഷിക്കപ്പെടുമോ, ഇത് ആവർത്തിക്കുമെന്നുള്ള. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഒരു കണക്കൂട്ടൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇന്ന് P. രാജീവ് പറഞ്ഞതുപോലെ ഒരിക്കലും CPM നേതൃത്വം പരിപൂർണമായിട്ട് ഈ പ്രതികളെ സംരക്ഷിക്കാൻ നിൽക്കില്ല. കാരണം സംരക്ഷിക്കാൻ നിന്നാൽ അത് രാഷ്ട്രീയപരമായിട്ട് CPM-നെതിരെയുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരെയുള്ള ഒരു ചോദ്യചിഹ്നമായിട്ടത് മാറും. അതുകൊണ്ട് ഈ പ്രതികളെ സംരക്ഷിക്കാൻ CPM-ഓ അല്ലെങ്കിൽ മറ്റ് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയോ നിൽക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെ ഉണ്ടാകരുത്. അതുമാത്രമല്ല, ഇവർക്ക് പരിപൂർണമായിട്ട് നീതി ലഭിക്കണം. ഇവിടെ ജോർജ് ജോസഫ് സാർ പറഞ്ഞ പോലെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇതിൽ 306 റാഗിങ് ആക്ട് ഒന്നും അല്ല ഇടേണ്ടത്. ഈ കുട്ടിയെ ഒരുപക്ഷെ പകുതി ജീവനോടെ കെട്ടിത്തൂക്കിയതാകാം. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചപ്പോഴും. അത് മാത്രമല്ല, ഒരു കുട്ടി, ഒരു വ്യക്തി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ ഈ ക്രിമിനോളജിയിൽ പറയുന്ന ചില നിലപാടുകളൊന്നും ഈ സിദ്ധാർത്ഥിനെ സംബന്ധിച്ച് കണ്ടില്ല. കാരണം 18-ാം തീയതിയാണ് ഈ കുട്ടി ഇങ്ങനെ ആത്മഹത്യ ചെയ്യുമ്പോൾ ഇതിനകത്ത്
വേറെ ചില സംഭവങ്ങൾ അതിന് മുന്നേ ഉണ്ടാകണം. അപ്പോൾ അതിന് മുന്നോടായിട്ടുള്ള മരണത്തെക്കുറിച്ച് അമിതമായിട്ട് കുട്ടി മരണത്തെക്കുറിച്ച് സംസാരിക്കുക, അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ചിലപ്പോൾ വയലൻ്റ് ആകുക, വ്യത്യസ്തമായ മാനസികാവസ്ഥ കാണിക്കുക, ദിനചര്യകൾക്ക് വ്യത്യാസം വരിക, ഇങ്ങനെ കുറേ മാനസിക സംഘർഷങ്ങളിലൂടെ ആയിരിക്കും ഈ കുട്ടി കടന്നു പോകുന്നത്. പക്ഷെ അങ്ങനെയുള്ള പറയത്ത കാര്യങ്ങളൊന്നും അല്ല. സിദ്ധാർത്ഥ ഒറ്റയ്ക്ക് മാറിയിരുന്നു, ആ കുട്ടിക്ക് ആഹാരം പോലും ലഭിച്ചില്ല, വെള്ളം പോലും കുടിക്കാൻ ലഭിച്ചില്ല എന്നൊക്കെയുള്ളതാണ് റിപ്പോർട്ടുകൾ. പിന്നെ ക്രൂരമായി മർദ്ദനത്തിന് വിധേയമായിട്ടുണ്ട്. അപ്പോൾ ജീവനത്തെയാണ് ഒരാളിനെ കെട്ടിത്തൂക്കുന്നതെങ്കിൽ ഒരു ഡോക്ടർക്കും അത് ആത്മഹത്യയല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ജീവനുള്ള ഒരാളിനെ കെട്ടിത്തൂക്കിയാൽ ആത്മഹത്യയുടെ ലക്ഷണങ്ങൾ കാണിക്കും. അല്ലാതെ ആത്മഹത്യ ചെയ്യുന്നതും അപ്പം നേരെ മറിച്ച് കൊന്നു കെട്ടിത്തൂക്കുകയാണെങ്കിൽ ഈ ആത്മഹത്യയുടെ ലക്ഷണം കാണിക്കത്തില്ല. ഇവിടെ ഈ കുട്ടി ആത്മഹത്യയുടെ ലക്ഷണം കാണിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു ബലമായ സംശയം, ഒരു പക്ഷേ ഈ കുട്ടിയെ ക്രൂരമായി മരിച്ചു എന്ന് വിചാരിച്ചുകൊണ്ടെങ്കിൽ കെട്ടിത്തൂക്കാം, അങ്ങനെയും സംഭവിക്കാം. എന്തായാലും സമഗ്രമായ ഒരു അന്വേഷണം വേണം. നല്ല ഏജൻസി ഇത് അന്വേഷിച്ച് ഇവർക്കെതിരെ പരമാവധി ശിക്ഷ, ആ വിദ്യാർത്ഥികൾ മാത്രമല്ല ഇതിനകത്ത് ബാഹ്യശക്തികളുണ്ടെങ്കിൽ അവർക്കെതിരെ അന്വേഷണം വേണം. ഈ യൂണിവേഴ്സിറ്റിയുടെ ആ കോളേജ്, ആ ഹോസ്റ്റലിൻ്റെ ചാർജുള്ള ആൾ, അതുപോലെ അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകർ, ഇങ്ങനെ 2-3 പേർക്കെതിരെ ഈ കുട്ടികൾ, അവിടെ വന്ന 3-4 പെൺകുട്ടികൾ ഈ കുട്ടിയുടെ അച്ഛനോടെയും അമ്മയോടെയും പറഞ്ഞതായിട്ട് ഇന്നലെ അവർ തന്നെ ഒരു ചാനൽ ചർച്ചയിൽ ഞാനും ഉണ്ടായിരുന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് ഇത് അന്വേഷിച്ച് ആ കുട്ടികളുടെ ഭയം മാറ്റിയാൽ, അതിനകത്ത് ഏറ്റവും എനിക്ക് അതിശയകരമായിട്ട് തോന്നുന്നത്, ഇതിൽ 4ഓളം കുട്ടികൾ ഈ ഉപദ്രവിച്ചതിനകത്ത് ഈ കുട്ടിയുടെ ക്ലാസ്മേറ്റ്സ് തന്നെ ഉണ്ടായിരുന്നു. ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. ഏതാണ് അവർ ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടതെന്നറിയില്ല. വാലന്റൈൻസ് ഡേയിൽ സീനിയർ ഗേൾസുമായിട്ട് കുട്ടി ഡാൻസ് ചെയ്യുമെന്ന് പറയുന്നത് അതൊരു അപരാധമായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ അതാണോ വികാരം? ഇതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, വാലന്റൈൻസ് ഡേയിൽ സീനിയർ ഗേൾസുമായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ട് മാത്രം ഇത്രയും ക്രൂരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകണം. അപ്പോൾ അതും ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കോൺസ്പിറസി ഉണ്ടോ? അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം 3 ദിവസം നീണ്ടു നിന്ന പൈശാചികമായ ക്രൂരതകളാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അന്വേഷിക്കണം. അതിന് ഒരിക്കലും ഇടതുപക്ഷമോ CPM-ഓ SFI എന്ന സംഘടനയോ അതിനെതിരെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ പ്രസ്താവന കാണിക്കുന്നത്